നമസ്കാരം. റിയൽ സ്റ്റോറിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. റിയൽ സ്റ്റോറി ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ വിവാഹശേഷം ജീവൻ അവസാനിപ്പിക്കേണ്ടി വരുന്ന സ്ത്രീകളെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടു. അതിൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: ഇങ്ങനെ പോയാൽ പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ മടിക്കും. ആ പോസ്റ്റിന് പിന്നിൽ ആരാണെങ്കിലും അതെഴുതാൻ അയാളെ പ്രേരിപ്പിച്ചത് ഈ സമൂഹമാണ്. വിവാഹശേഷം ജീവൻ ഒടുക്കുന്ന സ്ത്രീകൾ, ഇതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വാർത്തകളിലൊന്നായി മാറിയിരിക്കുകയാണ് ഒന്നും അറിയാത്ത കുരുന്നുകളുമായുള്ള അമ്മമാരുടെ ആത്മഹത്യ. പരിഷ്കൃത സമൂഹത്തെക്കുറിച്ചുള്ള അഭിമാനങ്ങൾക്കിടയിലും സ്ത്രീധന പീഡനവും വിവാഹശേഷം ഭർത്തൃവീട്ടിൽ അനുഭവിക്കേണ്ടി വരുന്ന ഗാർഹിക പീഡനങ്ങളും ഭർത്താവിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വരുന്ന ശാരീരിക പീഡനങ്ങളും മൂലമുണ്ടാകുന്ന മരണങ്ങൾ രാജ്യത്ത് തുടർക്കഥയാവുകയാണ്. നിയമവിരുദ്ധമെന്ന് വിലക്കിയിട്ടും കേരളത്തിലുൾപ്പെടെ ആചാരം പോലെ തുടരുന്ന ഒന്നാണ് സ്ത്രീധനം. കെട്ടിച്ചയക്കുന്ന പെണ്ണിന്റെ സുരക്ഷിതത്വം ഉറപ്പിക്കാനുള്ള പ്രൈസ് മണിയായി സ്ത്രീധനം അപ്രഖ്യാപിത ഉടമ്പടിയായി ഇപ്പോഴും തുടരുന്നു. വിലപേശാൻ വരുന്നവനെ ആട്ടിയിറക്കാനുള്ള ആർജവം കാണിക്കാൻ എന്തിനു നമ്മൾ അമാന്തിക്കണം? യെസ് എന്ന് പറയുന്നതിനേക്കാൾ ഉച്ചത്തിൽ ഉറപ്പോടെ നോ എന്ന് പറയാൻ പെൺകുട്ടികൾ ഇനിയെങ്കിലും മടിക്കരുത്. അതാണ് മാതാപിതാക്കൾ അവരെ പഠിപ്പിക്കേണ്ടത്. ഭർത്തൃവീട്ടിൽ പാലിക്കേണ്ട അച്ചടക്കത്തിന്റെ ക്ലാസ് എടുക്കുന്നതിന് പകരം നിനക്കൊത്തുപോകാൻ കഴിയുന്നില്ല എന്ന് തോന്നുമ്പോൾ അന്ന് നിർത്തിക്കോണം. അതിന് മടിക്കരുതെന്ന് പറയാൻ എന്തേ ഇത്ര മടി? അഡ്ജസ്റ്റ്മെന്റ് എന്ന പഠിപ്പിക്കലിന്റെ വിലയാണ് ഉത്തര, വിസ്മയ, അർച്ചന തുടങ്ങി വിഭജിക, അതുല്യ, ഏറ്റവും ഒടുവിൽ വടക്കാഞ്ചേരി കാരപ്പറ്റ കുന്നുംപള്ളി സ്വദേശി നേഘ സുരേഷ് ഈ പട്ടികയിലെ ഏറ്റവും ഒടുവിലത്തെ കണ്ണി. ഒരു ജാള്യതയുമില്ലാതെ തുക ലേലം പറഞ്ഞുറപ്പിച്ച് കെട്ടിച്ചു വിട്ടിട്ടാണ് ഇവരൊക്കെ ഭർത്തൃവീട്ടിൽ പീഡനം അനുഭവിച്ച് ജീവനൊടുക്കിയത്. ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നത് മാത്രം പുറത്തറിയുന്നു. പുറത്തറിയാത്തത് ഇതിലുമേറെയുണ്ട്. കല്യാണത്തിനും മാർക്കറ്റ് വാല്യൂ ഉണ്ട്. കേട്ടിട്ടില്ലേ? സർക്കാർ ഉദ്യോഗസ്ഥന് ഇത്ര, ബിസിനസ്സുകാരന് ഇത്ര, ജോലിയില്ലാത്തവന് ഇത്ര, കൂലിപ്പണിക്കാരന് ഇത്ര, അങ്ങനെ. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റമാണെന്നറിഞ്ഞിട്ടും പെൺകുട്ടികളുടെ വീട്ടുകാർ അതിന് തയ്യാറാകുന്നതിന് പല കാരണങ്ങളാണ്. ഒന്ന്, കയറി ചെല്ലുന്ന വീട്ടിൽ മകൾക്ക് നിലയും വിലയും വേണം. 2, അവളുടെ ജീവിതം സുരക്ഷിതമാക്കണം. 3, നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം. എന്നാൽ ആൺവീട്ടുകാരെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്തോളൂ എന്ന് ചോദിക്കാതെ തന്നെ ചോദിക്കുന്ന ഈ സ്ത്രീധന തുക കിട്ടിയിട്ട് വേണം പുതിയ ബിസിനസ് ആരംഭിക്കാൻ, കടങ്ങൾ വീട്ടാൻ, സ്വന്തം സഹോദരിയെ കെട്ടിച്ചയക്കാൻ, എന്തിന് കല്യാണത്തിന് ചെലവ് വരുന്ന പണം കണ്ടെത്താൻ. പെൺകുട്ടികളുള്ള കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത എന്നതിനേക്കാൾ ഉപരി സ്ത്രീധനത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ ഇനിയും പഠിക്കേണ്ടതുണ്ട്. സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന 1961 പാർലമെന്റ് പാസാക്കിയ നിയമമുള്ള നാട്ടിൽ 28 കുടുംബ കോടതികളിലായി 1.25 ലക്ഷം കേസുകളാണുള്ളത്. പെൺകുട്ടികൾ ജനിക്കുമ്പോൾ മുതൽ കുടുംബത്തിന് സമൂഹം കൽപ്പിച്ചു നൽകുന്ന ഉത്തരവാദിത്തമാണ് നല്ല നിലയിൽ കെട്ടിച്ചു വിടുക എന്നത്. നല്ല നിലയിൽ കെട്ടിക്കുന്നതിന് വേണ്ടിയാകും പിന്നീട് മാതാപിതാക്കൾ അവരുടെ ഉറക്കം കളയുക. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി കടം വാങ്ങി തന്നാൽ കഴിയുന്നതിലും വലിയ സ്ത്രീധനം കൊടുത്ത് മക്കളെ കല്യാണം കഴിപ്പിക്കും. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലെ കണക്കുകൾ പരിശോധിച്ചാൽ ഭർതൃഗൃഹങ്ങളിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതായി കാണാം. നമ്മുടെ നിയമവ്യവസ്ഥയിലെ പാളിച്ചകൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ വർദ്ധിക്കാനുള്ള പ്രധാന കാരണം. വനിതാ കമ്മീഷൻ പോലുള്ള സംഘടനകൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട കാലമാണിത്. സ്ത്രീധനത്തിന്റെ പേരിലും ഗാർഹിക പീഡനങ്ങളിലും പെൺകുട്ടികളുടെ ജീവൻ നഷ്ടമായ ശേഷമല്ല നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഉപയോഗിക്കേണ്ടത്. അവരുടെ ജീവൻ രക്ഷിക്കാനാകണം നിയമങ്ങൾ. സ്ത്രീധന വിഷയത്തിൽ മാതാപിതാക്കളുടെ മനോഭാവം മാറേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു വിഷയവുമായി റിയൽ സ്റ്റോറിയിൽ വീണ്ടും കാണാം. നമസ്കാരം.